എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബാബ അലക്സാണ്ടർ. എല്ലാവർക്കും ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും, വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, പക്ഷേ സംസാരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ധരിച്ചു വെച്ചേക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് ഏതോ വലിയ സംഭവമായിട്ടാണ്. പക്ഷേ ഏതാനും മണിക്കൂറുകളുടെ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വാചകങ്ങൾ സംസാരിക്കുന്ന സ്റ്റേജിലെത്താൻ കഴിയും. അപ്പം മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്നാണ് മിക്കവരും ധരിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ നമുക്ക് ഒറ്റയ്ക്ക് ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് പടിപടിയായിട്ട് ഇംഗ്ലീഷ് സ്പീക്കിങ്ങിലേക്ക് എത്താൻ പറ്റും, വാചകങ്ങൾ സംസാരിക്കാനുള്ള സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ആരുടെയും സഹായം ഇല്ലാതെ പടിപടിയായി ഇംഗ്ലീഷ് സ്പീക്കിങ്ങിലേക്ക് എത്തുന്ന 3 വീഡിയോകൾ ഞാൻ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് അതിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് നടത്തി കുറച്ചുകൂടെ നമ്മുടെ സ്പീക്കിംഗ് സ്റ്റേജും നമ്മുടെ ലെവലും ഒക്കെ ഉയർന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിലെ ആദ്യത്തെ ഗെയിമിലേക്ക് പോകുമ്പോഴാണ് എലാബറേറ്റിംഗ് ഫേവറേറ്റ്സ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. നമ്മുടെ ഫേവറേറ്റ്സ് നമ്മളിങ്ങനെ എലാബറേറ്റ് ചെയ്യുക. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫ്ലവർ? മൈ ഫേവറേറ്റ് ഫ്ലവർ ഈസ് റോസ് ബിക്കോസ് റോസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. Its fragrance is awesome. Its color is awesome. Both fragrance there and beauty there. That's why I like and love rose flower. അപ്പോൾ ഇങ്ങനെ നമ്മൾ റോസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കാറ്റഗറി എടുത്തിട്ട് നമ്മൾ അതിനെ ഒന്ന് എലാബറേറ്റ് ചെയ്യുക. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ട്രീ? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്ലാന്റ്? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ആനിമൽ? Which is your favorite fruit? Which is your favorite vegetable? Which is your favorite color? Which is your favorite subject? Which is your favorite job? അപ്പോൾ അങ്ങനെ അതെല്ലാം നമ്മൾ എടുത്ത് ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ പ്രാക്ടീസ് നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കുക. വർക്ക് ചെയ്യുമ്പോഴും ട്രാവലിംഗ് ചെയ്യുമ്പോഴും ഓഫീസിൽ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. സൗണ്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ പ്രാക്ടീസ് ചെയ്യാം. തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ലോ സൗണ്ടിൽ, പിന്നെ മീഡിയം സൗണ്ടിൽ, പിന്നെ ഹൈ സൗണ്ടിലൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഈ പ്രാക്ടീസ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് 2-3 ഫേവറേറ്റ്സ് ഇതേപോലെ നിങ്ങളൊന്ന് എലാബറേറ്റ് ചെയ്യുക. അത് നമ്മുടെ കീപാഡിലുള്ള മൈക്ക് ബട്ടൺ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അത് കമൻ്റായിട്ട് അയയ്ക്കുക. ഇനി നമ്മൾ 2ാമത്തെ പ്രാക്ടീസിലേക്ക് പോകാൻ പോവാണ്. ഷോപ്പിംഗ് പ്രാക്ടീസ് എന്നാണ് ഇതിൻ്റെ പേര്. നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഷോപ്പിംഗ്. സം പീപ്പിൾ ആർ ലിവിങ് ഫോർ ഷോപ്പിംഗ്, ഏണിംഗ് ഫോർ ഷോപ്പിംഗ് ആൻഡ് സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി ഫോർ ഷോപ്പിംഗ്. സോ നമ്മൾ പല ഷോപ്പുകളിൽ പോകുന്നു, അവിടെ നടക്കേണ്ട കോൺവെർസേഷൻസ് ഒക്കെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ വെജിറ്റബിൾ ഷോപ്പ്. അപ്പം നമ്മളൊരു ബയറായിട്ട് വെജിറ്റബിൾ ഷോപ്പിലേക്ക് ചെന്നിട്ട് ആ ഒരു സെയിൽസ്മാനായിട്ടോ ഷോപ്പ് ഓണറായിട്ടോ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാം. സോ വാട്ട് അബൌട്ട് ദിസ് പൊട്ടാറ്റോ? ഹൗ മച്ച് പെർ kg? 80 rupee. My goodness, last week I just bought for 50 rupee. Now you are telling 80 rupee. I don't want it. Okay. What about tomato? How much per kg? 70 rupee. Okay, you take 1 kg. Just to show me. Okay. Is it fresh one? Okay, 70 rupee. 1 kg you can take it. What about this lady's finger? Just to show me. Is it fresh? Okay. How much per kg? 60 rupee. You take 1 kg. What about this drumstick? How much per kg? 100 rupee. Okay, then you take only half kg. Then what about this onion? How much per kg? Okay, 50 only. Okay, then you take 2 kg. That's okay. That's enough. That's enough. Okay. How much total bill? Okay, 270. Can you round it up? Round it to 250? Okay. Do you have Google Pay here? Okay. Then okay. I paid it. Okay. Thank you. See you. Bye bye. അപ്പോൾ ഇങ്ങനെയുള്ള പല ഷോപ്പുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ടെക്സ്റ്റൈൽസ് എടുക്കുക, ഫർണിച്ചർ ഷോപ്പ് എടുക്കുക, മെഡിക്കൽ ഷോപ്പ് എടുക്കുക, ബ്യൂട്ടി പാർലർ എടുക്കുക, ബുക്ക് സ്റ്റാൾ എടുക്കുക, മാർക്കറ്റ് എടുക്കുക, ഫിഷ് മാർക്കറ്റ് എടുക്കുക. അപ്പോൾ അങ്ങനെ പല ഷോപ്പുകളിൽ പോയിട്ട് നിങ്ങൾ നടത്തുന്ന ആ ഷോപ്പിംഗ് ഒക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു സെല്ലറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് കീപ്പർ ഉണ്ട് എന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അയാളോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനുള്ള നല്ലൊരു പ്രാക്ടീസാണിത്. അപ്പോൾ ഈ പ്രാക്ടീസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. സൗണ്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ മനസ്സിൽ പ്രാക്ടീസ് ചെയ്യുക. ആദ്യം ബയറുടെ റോൾ എടുക്കുക, പിന്നെ നിങ്ങൾക്ക് സെല്ലറുടെ റോൾ എടുക്കാം. അങ്ങനെ നമുക്ക് കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ ഇംഗ്ലീഷൊക്കെ നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ റിയൽ ലൈഫിൽ ഷോപ്പിങ്ങിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്രാക്ടീസ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് 1-2 ഷോപ്പിംഗ് ഒക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. മൈക്ക് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അത് കമൻ്റായിട്ട് അയയ്ക്കുക. ഇനി നമ്മൾ 3ാമത്തെ ഗെയിമിലേക്ക് പോകുമ്പോഴാണ് ടെലിഫോണിക് കോൺവെർസേഷൻസ്. നമുക്കറിയാം ടെലിഫോണൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഏത് കാര്യത്തിലും നമ്മളിന്ന് ടെലിഫോണിലൂടെയാണ് കാര്യങ്ങൾ ഓർഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. സോ വി ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് ടെലിഫോണിക് കോൺവെർസേഷൻ. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ബേബിക്ക് ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ അഡ്മിഷൻ വേണം. അപ്പോൾ ഞാൻ അവരുടെ നമ്പറിൽ വിളിച്ചിട്ട് ഒരു എൻക്വയറി നടത്തുകയാണ്. ദാറ്റ് ഐ വിൽ ഡു ആസ് എ ഡെമോ. ഓക്കെ, ഇസ് ഇസ് സെൻറ് തോമസ് ഇൻ്റർനാഷണൽ സ്കൂൾ? യാ, യെസ്, ഐ വാണ്ട് ടു ടേക്ക് അഡ്മിഷൻ ഫോർ മൈ ബേബി ഇൻ യുവർ LKG ക്ലാസ്. ഓക്കെ. Yeah, you can say about your school, your facilities, academic facilities, non-academic facilities, extracurricular activities, fees, uniform, everything I want to know it. Then only I can understand what is the things there. Okay, yeah. So what about the best facilities?
How much is the monthly charge? Okay. Do you have any other sports related things? Swimming pool there, co-curricular activities there, arts, dance, music, yoga, such exercises there, martial arts. Okay. Yes. Now I got it. Okay. Then what about this teachers qualifications there? Can you say about your academic performance in that previous year, last year? Yeah. Okay. And then okay. So what time I want to come there? Anytime you can come. Okay, that's okay. Okay, then tomorrow I will come there with my baby. Okay, thank you. Bye. അപ്പോൾ ഇത്തരത്തിലുള്ള പല ടെലിഫോൺ കോൺവെർസേഷൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ ബുക്ക് ചെയ്യുന്നു, നമുക്ക് ഹോട്ടലിൽ വിളിച്ചിട്ട് നമുക്ക് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. നമ്മൾ ഓൺലൈനിലായിട്ട് നമ്മളൊരു സാധനം ഓർഡർ ചെയ്തു, വന്നപ്പോൾ നമുക്ക് വേറെ പ്രൊഡക്റ്റാണ് വന്നത്, അല്ലെങ്കിൽ അത് ഡാമേജ്ഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളൊന്ന് ആ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ടൊന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് കോൺവെർസേഷൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ക്ലാസ് ടീച്ചറെ വിളിച്ച് നമ്മൾ സംസാരിക്കുന്നു, നമ്മളുടെ ഓഫീസിൽ വിളിച്ച് അന്വേഷണം നടത്തുന്നു, ഒരു ബാങ്ക് വിളിച്ചിട്ട് അവിടുത്തെ ലോണിൻ്റെ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ടിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ടെലിഫോൺ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കോൺവെർസേഷൻസ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം, കാഷ്വൽ കോൺവെർസേഷൻസ് കൊണ്ടുവരാം. നമ്മളൊരു ഫ്രണ്ടിനെ വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു മാരേജിൻ്റെ ഇൻവിറ്റേഷന് വേണ്ടിയിട്ട് ഒരു ഫാമിലിയെ വിളിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട കോൺവെർസേഷൻസും നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത്തരം പ്രാക്ടീസുകൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആദ്യമൊക്കെ സൗണ്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ പ്രാക്ടീസ് ചെയ്യാം, പിന്നെ ചെറിയ വോളിയത്തിൽ, പിന്നെ മീഡിയം വോളിയത്തിൽ, പിന്നെ നല്ല ഹൈ സൗണ്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ടെലിഫോൺ കോൺവെർസേഷൻസ് റിയൽ ലൈഫിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ തന്നെ 1-2 ടെലിഫോൺ കോൺവെർസേഷൻസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് നമ്മളെ കീപാഡിലെ മൈക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുക, എന്നിട്ട് അത് കമൻറ്റായിട്ടൊന്ന് അയക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് ഉറയ്ക്കും. ബാക്കിയൊക്കെ പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് ലൈഫിൻ്റെ ഭാഗമാക്കി പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മൾ 4ാമത്തെ ഗെയിമിലേക്ക് കിടക്കാൻ പോവാണ്. 4ാമത്തെ ഗെയിം പബ്ലിക് സ്പീക്കിംഗ് പ്രാക്ടീസ് ആണ്. ഇത് നിങ്ങളുടെ ഇംഗ്ലീഷ് മാത്രമല്ല, നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലും ഡെവലപ്പ് ചെയ്യും. നമുക്കറിയാമല്ലോ, പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും നമുക്ക് ആളുകളെ ഫേസ് ചെയ്തിട്ട് ഒരു വേദി വന്നിട്ട് പ്രസംഗിക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഒരു കഴിവ് കൂടി നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യം എടുക്കുന്ന എല്ലാം വളരെ സിമ്പിളായ ടോപ്പിക്കുകളായിരിക്കണം. അപ്പോൾ നമുക്ക് അറിയാവുന്ന ടോപ്പിക്കുകളായിരിക്കണം. ഏത് ലാംഗ്വേജിലായാലും, അത് ഡിബേറ്റ് അല്ല, അല്ലെങ്കിൽ ഇതേപോലെ പബ്ലിക് സ്പീക്കിംഗ് അല്ല, നമുക്ക് സംസാരമായാലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അത് ഇംഗ്ലീഷ് എന്നല്ല, ഏത് ലാംഗ്വേജ് ആയാലും. അപ്പോൾ നമുക്ക് അറിയാവുന്ന ടോപ്പിക്കുകൾ ആദ്യം എടുക്കുക. ഫോർ എക്സാമ്പിൾ, മൈ കൺട്രി ഇന്ത്യ, മൈ സ്റ്റേറ്റ് കേരള, മൈ നേറ്റീവ് പ്ലേസ്, മൈ ഫേവറേറ്റ് ജോബ്, മൈ ഫേവറേറ്റ് ഫെസ്റ്റിവൽ, മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ്, അങ്ങനെയുള്ള കൊച്ചു സിമ്പിൾ ടോപ്പിക്കുകൾ നിങ്ങളെടുത്തുനിന്ന് പ്രാക്ടീസ് ചെയ്യുക. For example, my country India. Good evening, ladies and gentlemen. I am speaking about my country India. See, India is the largest democratic country in the world. Not only that, now India is the most popular country in the world. In India, the top important thing is unity in diversity. In India, we can see different languages, different cultures, different types of people, different festivals. Everything is different, but there is a unity among the people. That we say unity in diversity. Not only that, we can see different types of landscapes in India. Mountain there, desert there, farming places there, seashore there, plain land there, hilly plateaus are there. So many landscapes we can see in India. Not only that, India, there are so many states. And now India is a developing country. Gradually India is coming to the developed country status. Anyway, thank you for listening my speech. Thank you all. അപ്പോൾ ഈ പ്രാക്ടീസിലൂടെ നിങ്ങളുടെ ഇംഗ്ലീഷ് മാത്രമല്ല, നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യും. പിന്നെ പബ്ലിക് സ്പീക്കിംഗ് കുറേ കാര്യങ്ങളോട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ ടിപ്പുകളെല്ലാമായിട്ട് ഞാൻ വേറൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രാക്ടീസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. ആദ്യമൊക്കെ നിങ്ങൾക്ക് കുറച്ച് വോളിയം കുറച്ച് പ്രാക്ടീസ് ചെയ്യാം, പിന്നെ മീഡിയം വോളിയത്തിൽ ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് ഹൈ വോളിയത്തിലൊക്കെ ചെയ്യാം, മിററിൻ്റെ മുമ്പിലൊക്കെ പോയി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ പ്രാക്ടീസ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് 1-2 ടോപ്പിക്കുകൾ ഇപ്പോൾ തന്നെ ഈ കീപാഡിലെ മൈക്ക് ഉപയോഗിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അത് കമൻറ്റായിട്ട് അയയ്ക്കുക. അപ്പോൾ ഇനി നമ്മൾ 5ാമത്തെ ഗെയിമിലേക്ക് പോവാണ്. ഡിബേറ്റ് ഗെയിം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കുകൾ എടുക്കുക, ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് എടുക്കുക, നമ്മൾ ആർഗ്യുമെൻറ്റ് പറ്റുന്ന ടോപ്പിക്കുകൾ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ 2 സൈഡ് നമ്മൾ തന്നെ ചെയ്യുക. സാധാരണ 2 പേര് ചേർന്നിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലൊക്കെയാണ് ഈ ഡിബേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിബേറ്റ് നടത്താം. ഫോർ എക്സാമ്പിൾ, സിറ്റി ഓർ വില്ലേജ്, വിച്ച് വൺ ഈസ് ഗുഡ് ഫോർ ലിവിങ്. അപ്പോൾ ആദ്യം നമ്മൾ സിറ്റിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. Good evening, ladies and gentlemen. I am speaking about city. In city, we will get a lot of facilities, lot of education facilities, hospital facilities, job opportunities, and we will get a lot of recreation facilities in city. And another thing about city is people will not interfere in our personal or family matters. We will get enough freedom in cities. ഇപ്പോൾ നമ്മൾ സിറ്റിയെ ഫേവർ ചെയ്തിട്ടാണ് സംസാരിച്ചത്. ഇനി നമ്മൾ വില്ലേജിനെ ഫേവർ ചെയ്തിട്ട് സംസാരിക്കുക. See, in village we will get a fresh air, fresh water, fresh food, and everything we will get in a natural way. That is the highlight of village. And people are very poor and innocent. They will help in between. They are very social also. They are having a supporting mind also. That's all about village.
അപ്പോൾ ഇതേപോലെ നിങ്ങൾ സിറ്റി വില്ലേജ് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പല ടോപ്പിക്കുകൾ എടുക്കുക. എപ്പോഴും ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്, ഒരു ആർഗ്യുമെന്റ് വരുന്ന ടോപ്പിക്കുകൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ പ്രൈവറ്റ് ബസ് ഓർ ഗവൺമെന്റ് ബസ്, വിച്ച് വൺ ഈസ് ഗുഡ് ഫോർ ട്രാവലിംഗ്, പ്രൈവറ്റ് സ്കൂൾ ഓർ ഗവൺമെന്റ് സ്കൂൾ, വിച്ച് വൺ ഈസ് ഗുഡ് ഫോർ എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഓർ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, വിച്ച് വൺ ഈസ് ഗുഡ് ഫോർ ട്രീറ്റ്മെന്റ്, വെജിറ്റേറിയൻ ഫുഡ് ഓർ നോൺ വെജിറ്റേറിയൻ ഫുഡ്, വിച്ച് വൺ ഈസ് ഗുഡ്, പ്രൈവറ്റ് ജോബ് ഓർ ഗവൺമെന്റ് ജോബ്, വിച്ച് വൺ ഈസ് ഗുഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ പല ടോപ്പിക്കുകൾ എടുക്കുക, ഇതേപോലെ നിങ്ങൾ ഡിബേറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്രാക്ടീസ് നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ 1-2 ടോപ്പിക്കുകൾ എടുക്കുക, കീപാഡിലെ മൈക്ക് ഉപയോഗിച്ച് ഡിബേറ്റ് ചെയ്യുക, എന്നിട്ട് ഇത് കമൻ്റ് ആയിട്ട് അയക്കുക. എന്നിട്ട് നിങ്ങൾ ഈ പ്രാക്ടീസ് ലൈഫിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ 5 പ്രാക്ടീസുകൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ലൈഫിൻ്റെ ഭാഗമാക്കി എടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ കുറേ കൂടെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ ഇതേപോലുള്ള ഗെയിമുകളിലൂടെ നമ്മുടെ വൊക്കാബുലറി, നമ്മുടെ സ്പീക്കിംഗ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള കൂടുതൽ വീഡിയോകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്തതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാനും സന്തോഷമായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സി യു, താങ്ക് യു, ഗുഡ് ബൈ, താങ്ക് യു.